കുടിവെള്ളം മലിനമാക്കുന്നുവെന്ന പരാതിയിൽ അടച്ചുപൂട്ടിയ തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ സ്വകാര്യ മത്സ്യവിപണന കേന്ദ്രത്തിന്റെ ഉടമ നാട്ടുകാരെ കള്ളക്കേസിൽപ്പെടുത്തുന്നുവെന്നും കാസർഗോഡ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അധികൃതർ കുടിവെള്ള പരിശോധന നടത്താൻ തയ്യാറാവാത്തതിലും പ്രതിഷേധിച്ച് ബീരിച്ചേരി ജനകീയ പ്രതിഷേധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മത്സ്യവിപണന കേന്ദ്രത്തിന്റെ പഞ്ചായത്ത് ലൈസൻസ് റദ്ദ് ചെയ്യണമെന്ന ആവശ്യവും സമരക്കാർ ഉന്നയിച്ചു. നാല് മാസം മുൻപ് നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് അടച്ച മത്സ്യവിപണന കേന്ദ്രം വീണ്ടും തുറക്കുന്നതിന് ഉടമ നവീകരണം നടത്തുവാൻ ശ്രമിക്കവെയാണ് വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുത്തത്. കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൻ്റെ നെയിം ബോർഡും മറ്റും തകർക്കപ്പെട്ടുവെന്ന പരാതിയിൽ ഉടമ നൽകിയ പരാതിയിൽ ചന്തേര പോലീസ് പഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി ഉൾപ്പെടെയുള്ള 15 പേർക്കെതിരെ കേസെടുത്തിരുന്നു. അതേസമയം കള്ളപ്പരാതിയിലാണ് നാട്ടുകാർക്കെതിരെ കേസെടുത്തതെന്നുൾപ്പെടെ ആരോപിച്ചാണ് ബീരിച്ചേരി ജനകീയ പ്രതിഷേധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നാട്ടുകാർ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. സ്ത്രീകൾ ഉൾപ്പെടെ 150-ൽ പരം പേർ പങ്കെടുത്ത മാർച്ച് ഗ്രാമപഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി ഉദ്ഘാടനം ചെയ്തു. നമ്മളാരും ഈ ഒരു സ്ഥാപനത്തിനെതിരല്ല, പക്ഷേ ആ സ്ഥാപന മേധാവി കാണിച്ച തെണ്ടിത്തരത്തിന് ഈ പറഞ്ഞ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു കേസെടുത്തിരിക്കുകയാണ്. കേസ് കണ്ടുകൊണ്ട് ബീരിച്ചേരിയിലെ ഏതെങ്കിലും ഒരു പൊതുജനങ്ങള് ഏതെങ്കിലും ഒരു യുവാവ് പിന്തിരിഞ്ഞ ചരിത്രം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കാനാണ് ഈ ഒരു സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VPP ഷുഹൈബ്, VPU മുഹമ്മദ്, B സമീർ, UP ഫാസിൽ, B ഷഫിയുള്ള എന്നിവർ നേതൃത്വം നൽകി. മത്സ്യ വിപണന കേന്ദ്രത്തിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതുവരെ ജനകീയ പ്രതിഷേധം തുടരുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.